യുദ്ധങ്ങൾ മനുഷ്യർക്ക് സമ്മാനിക്കുന്നത് ദുരന്തങ്ങളാണ്, ദുരിതങ്ങളാണ്, സന്തോഷമല്ല. വലിയ യുദ്ധങ്ങൾ അനാഥത്വങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അധികാരത്തിന് വേണ്ടി രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുടെ പേരിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുകയും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ്, അമ്മമാരാണ്, സ്ത്രീകളാണ്. അത് സിറിയയിലായിരുന്നാലും പാലസ്തീനായിരുന്നാലും ഇസ്രായേലിലായിരുന്നാലും ഉക്രൈനിലായിരുന്നാലും ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങൾ, ദേശങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദുരിതങ്ങൾക്ക് മാറ്റമില്ല. കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയ, അനാഥരാക്കപ്പെട്ട, തെരുവിൽ രക്തം ഒലിച്ച് അനാഥരായി നടക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ മുഖമാണ് യുദ്ധം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മളെല്ലാ മനുഷ്യരും, മനുഷ്യസ്നേഹികളും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ആ യുദ്ധത്തിനെതിരെയുള്ള ഒരു കവിതയാണ് ഭീതി എന്ന് പറയുന്ന ഈ കവിത. സിറിയയിൽ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി. മലക്ക് എന്നാണ് ആ പെൺകുട്ടി. അത് യഥാർത്ഥത്തിൽ നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് മൈക്കും നീട്ടിക്കൊണ്ട് ചെന്ന് ചോദിച്ചു, എന്താണ് നിൻ്റെ പേര്? അപ്പോൾ അവൾ പറഞ്ഞു, മലക്ക് എന്നാണ്. മലക്ക് എന്നാൽ മാലാഖ എന്നും ഒക്കെ അർത്ഥമുണ്ട്. അവൾ വളരെ ചെറിയൊരു ചിരിയോടെ, എന്നാൽ വിഷാദം നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെയാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. നിൻ്റെ അച്ഛൻ എവിടെ, അമ്മ എവിടെ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, അച്ഛൻ മരിച്ചുപോയി. എങ്ങനെ? യുദ്ധത്തിൽ മരിച്ചുപോയി, ഇവിടെ തന്നെ. അമ്മയോ? അമ്മയും മരിച്ചുപോയി. അങ്ങനെ അച്ഛനില്ലാത്ത, അമ്മയില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, അനാഥയാക്കപ്പെട്ട ആ പെൺകുട്ടി ഒരു അഭയാർത്ഥി ക്യാമ്പിന് സമാനമായൊരിടത്ത് നിന്ന്, ശ്മശാനമുഖമായൊരിടത്ത് നിന്നാണ് ആ മാധ്യമപ്രവർത്തകനോട് വർത്തമാനം പറയുന്നത്. അദ്ദേഹം വീണ്ടും അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു, നീ എന്താണ് കഴിച്ചത്? രാവിലെ എന്ത് കഴിച്ചു? ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു? അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന മുഖം പെട്ടെന്ന് മാറുകയും അവൾ പൊട്ടിക്കരച്ചിലേക്ക് പോവുകയും ചെയ്തു. അത് നമ്മുടെ ലോകത്തിൽ മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ വലിയൊരു നൊമ്പരം ആണ് ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധത്തിൻ്റെ ഭീകരത ആണ് ഇത് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിനെതിരെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചേരേണ്ട ഒരു സമയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം നമ്മൾ ഏത് രാജ്യത്തിനോടൊപ്പം എന്നല്ല, നമ്മൾ മനുഷ്യർക്കോടൊപ്പം നിൽക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ സാധാരണ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയാത്ത അനാഥരാക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ്. ഈ കവിത പങ്കുവയ്ക്കുന്ന ആശയം അതാണ്. ഭീതി എന്നാണ് കവിതയുടെ പേര്. കണ്ണുനീരും ചോരയും കലർന്ന ഭൂവിടങ്ങൾ എത്ര കണ്ടതാണ്, വെറി പിടിച്ച ലോകമേ ചരിത്രമേ. കണ്ണുനീരും ചോരയും കലർന്ന ഭൂവിടങ്ങൾ എത്ര കണ്ടതാണ്, വെറി പിടിച്ച ലോകമേ ചരിത്രമേ. ജീവനായി കൊതിച്ച പിഞ്ചു കണ്ണുകൾ ഭയത്തിനാൽ പകച്ച ദുരിത പർവമേ, വിനാശ സംഭ്രമങ്ങളേ. നീ വിതച്ച ഭീതിയിൽ പൊലിഞ്ഞു പോയ ജീവനിൽ ഒറ്റയായി വിശന്നെരിഞ്ഞു നീറി നിന്ന ജീവനിൽ. നീ വിതച്ച ഭീതിയിൽ പൊലിഞ്ഞു പോയ ജീവനിൽ ഒറ്റയായി വിശന്നെരിഞ്ഞു നീട്ടി നിന്ന കൈകളിൽ. ഉറ്റവർക്കു വേണ്ടി നീറി അലയുമാ പുലമ്പലിൽ വീടുപോൽ തകർന്നു പോയ സ്വപ്നമറ്റ പ്രജ്ഞയിൽ. ഉറ്റവർക്കു വേണ്ടി നീറി അലയുമാ പുലമ്പലിൽ വീടുപോൽ തകർന്നു പോയ സ്വപ്നമറ്റ പ്രജ്ഞയിൽ. ചുറ്റിലും കുമിഞ്ഞിടുന്ന രാസവാതകങ്ങളിൽ പക്ഷികൾ പറന്നിടാത്ത മേഘഗർജനങ്ങളിൽ. ചുറ്റിലും കുമിഞ്ഞിടുന്ന രാസവാതകങ്ങളിൽ പക്ഷികൾ പറന്നിടാത്ത മേഘഗർജനങ്ങളിൽ. പച്ചയായി തെറിച്ചു വീണു നീറി വേവുമുടലുകൾ കുന്നുപോൽ കിടന്നിരുന്ന മന്മച്ചത്തിടങ്ങളിൽ. പച്ചയായി തെറിച്ചു വീണ് നീറി വേവുമുടലുകൾ
കുന്നുപോൽ കിടന്നിരുന്ന നന്മ ചത്തിടങ്ങളിൽ പച്ചയായി തെറിച്ചു വീണു നീറിവേവുമുടലുകൾ കുന്നുപോൽ കിടന്നിരുന്ന നന്മ ചത്തിടങ്ങളിൽ ഇന്നലെ പുകഞ്ഞിരുന്നടുപ്പുകൾക്കുമീതയായി ചിന്ന ഭിന്നമായി കിടന്നു പാതിവെന്ത കൈപ്പടം. ഇന്നലെ പുകഞ്ഞിരുന്നടുപ്പുകൾക്കുമീതയായി ചിന്ന ഭിന്നമായി കിടന്നു പാതിവെന്ത കൈപ്പടം. ഒപ്പമെപ്പോഴും കുതിച്ച കാലുകൾ തിരിച്ചറിഞ്ഞു ഭിത്തികൾ ചതച്ചു കൊന്ന കൂട്ടുകാരിതൻ ജഡം. ഒപ്പമെപ്പോഴും കുതിച്ച കാലുകൾ തിരിച്ചറിഞ്ഞു ഭിത്തികൾ ചതച്ചു കൊന്ന കൂട്ടുകാരിതൻ ജഡം. കുഞ്ഞുകൈ കളിച്ചെറിഞ്ഞ കൂപ്പുകൾ കിടന്നതിൻ്റെ ഒപ്പമായി തെരഞ്ഞവൾ ഉടൽ പിറന്ന നൊമ്പരം. കുഞ്ഞുകൈ കളിച്ചെറിഞ്ഞ കൊപ്പുകൾ കിടന്നതിൻ്റെ ചുറ്റുമായി തെരഞ്ഞവൾ ഉടൽ പിറന്ന നൊമ്പരം. ശാന്തമായുറങ്ങുമാ ശാന്തമായുറങ്ങുമാ കുരുന്നു ദേഹമെത്രമേൽ ശീതമായുറഞ്ഞിരുന്നു ചൂടു തിന്ന കാറ്റിലും. ശാന്തമായുറങ്ങുമാ കുരുന്നു ദേഹമെത്രമേൽ ശീതമായുറഞ്ഞിരുന്നു ചൂടു തിന്ന കാറ്റിലും. ഭക്ഷ്യധാന്യമൊക്കെ വന്ന വാഹനത്തിനോരമായി നിന്നവൾക്കു നേരെയായി കറങ്ങി വന്നു ക്യാമറ. ഭക്ഷ്യധാന്യമൊക്കെ വന്ന വാഹനത്തിനോരമായി നിന്നവൾക്കു നേരെയായി കറങ്ങി വന്നു ക്യാമറ. നിഷ്കളങ്കമാം മുഖത്ത് വന്നണഞ്ഞ ചിരികളിൽ കെട്ടി നിന്ന സങ്കടങ്ങൾ എത്ര വേദനപ്രദം. നിഷ്കളങ്കമാം മുഖത്ത് വന്നണഞ്ഞ ചിരികളിൽ കെട്ടി നിന്ന സങ്കടങ്ങൾ എത്ര വേദനപ്രദം. അച്ഛനമ്മ പെങ്ങളില്ല അച്ഛനമ്മ പെങ്ങളില്ല ഒറ്റയായി മലക്കവൾ. ക്രൂരമായ യുദ്ധമേ നിനക്കു നേരെയാച്ചിരി. ക്രൂരമായ യുദ്ധമേ നിനക്കു നേരെയാച്ചിരി. എന്തു നീ കഴിച്ചതെന്ന ചോദ്യശൽ പതിക്കവേ ആ ചിരിക്കകത്തു നിന്നു പൊട്ടി വന്നു കണ്ണുനീർ. എന്തു നീ കഴിച്ചതെന്ന ചോദ്യശൽ പതിക്കവേ ആ ചിരിക്കകത്തു നിന്നു പൊട്ടി വന്നു കണ്ണുനീർ. അറ്റുപോയ വേരുകൾ കരിഞ്ഞിടാത്ത പാടുകൾ തകർത്ത പിഞ്ചുമാനസം സഹിച്ചിടുന്നതെങ്ങനെ. അറ്റുപോയ വേരുകൾ കരിഞ്ഞിടാത്ത പാടുകൾ തകർത്ത പിഞ്ചുമാനസം സഹിച്ചിടുന്നതെങ്ങനെ. എന്തു നേടി നിങ്ങളാ വെറുപ്പു തിന്ന കൈകളാൽ കൊന്നതിൻ്റെ മീതെ വട്ടമിട്ട ശക്തികൾ. എന്തു നേടി നിങ്ങളാ വെറുപ്പു തിന്ന കൈകളാൽ കൊന്നതിൻ്റെ മീതെ വട്ടമിട്ട ശക്തികൾ.